ചെന്നൈയിലെ തിരുവാൻമൂരിൽ ടൈഡൽ പാർക്ക് സിഗ്നലിന് സമീപം റോഡിൽ പെട്ടെന്നുണ്ടായ കുഴിയിൽ വീണ കാർ യാത്രികർക്ക് പരിക്കേറ്റു. കുഴി കാരണം ഗതാഗതം സാരമായി പ്രശ്നമുണ്ട്. ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. കാർ വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ്. വിവരങ്ങളുമായി മേഘ മാധവൻ ചേരുന്നു. മേഘ, തമിഴ്നാട്ടിൽ ഇത്തരത്തിലൊരു പെട്ടെന്ന് റോഡിൽ കുഴി രൂപപ്പെട്ടതിനെ തുടർന്നാണ് ഈ അപകടം. പരിക്കേറ്റവരുടെ സ്ഥിതി എന്താണ്? അജിംഷാദ്, ഭീകരമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ചെന്നൈ തിരുവാൻമയൂരിലെ ടൈഡൽ പാർക്ക് സിഗ്നലിന് സമീപമാണ് റോഡിൽ ഒരു കുഴി പെട്ടെന്ന് രൂപപ്പെടുന്നത്. അതുവഴി വന്ന കാർ ഈ കുഴിയിലേക്ക് വീഴുകയായിരുന്നു. വലിയ 4 പേരാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. ഈ 4 പേരെയും, ഒരു സ്ത്രീയും ഒരു പുരുഷനും 2 കുട്ടികളുമാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. അതിസാഹസികമായി തന്നെയാണ് ഈ 4 പേരെയും പുറത്തെടുത്തത്. ഇവർക്ക് ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നതാണ് വലിയ ആശ്വാസം നൽകുന്നത്. പ്രദേശത്ത് വലിയ തരത്തിൽ ഗതാഗത തടസ്സം നിലവിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇത് പുതിയ റോഡാണ്. എങ്ങനെയാണ് പൊടുന്നനെ ഒരു കുഴി രൂപപ്പെട്ടത് എന്നത് മനസ്സിലാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. തമിഴ്നാട് സർക്കാർ നിലവിൽ ഒരു അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സഞ്ചരിക്കുന്ന ഒരു കാർ പെട്ടെന്ന് രൂപപ്പെട്ട ഒരു കുഴിയിലേക്ക് താഴ്ന്നു പോവുകയായിരുന്നു. നിലവിൽ ഈ കുഴി രൂപപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 പേർക്കും കാറിലുണ്ടായിരുന്ന 4 പേരെയും സുരക്ഷിതമായി പുറത്തെടുക്കാൻ സാധിച്ചു. നാട്ടുകാരാണ് പെട്ടെന്ന് തന്നെ ഇടപെടുന്നത്. നാട്ടുകാരാണ് ഈ ആളുകളെ പുറത്തെടുക്കുന്നത്. അജിംഷാദ്, അതായത് ഈ നിർത്തിയിട്ടിരുന്നതല്ല, ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് റോഡിൽ ഇത്തരത്തിലൊരു കുഴി വന്ന് ഇടിഞ്ഞ് താന്നങ്ങ് പോവുകയാണ് താഴേക്ക്, അല്ലേ? അത് ഭീകരമാണ്. കാരണം ആ ദൃശ്യങ്ങളും അത്തരത്തിൽ ഭീകരമാണ്. തലനാരിടയ്ക്കാണ് യഥാർത്ഥത്തിൽ അവർ രക്ഷപ്പെട്ടത്. 4 പേരും, അല്ലേ? അതെ, അതായത് നിർത്തിയിട്ട കാറല്ല, കാർ സഞ്ചരിക്കുന്നതിനിടെയാണ് പെട്ടെന്ന് തന്നെ ഒരു കുഴിയിലേക്ക് വീഴുന്നത്. തികച്ചും ഭീകരമായ ദൃശ്യമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ആളുകൾ, ഈ കാറിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഒരു പരിക്കും കൂടാതെയാണ് രക്ഷിച്ചെടുക്കുന്നത്. ആ രക്ഷിക്കുന്ന ദൃശ്യവും വളരെ സാഹസപ്പെട്ടാണ് രക്ഷിക്കുന്നത്. കാരണം ഏതു നിമിഷം വേണമെങ്കിലും പൊട്ടി താഴേക്ക് വീഴാം എന്ന സ്ഥിതി തന്നെയാണ് ഈ റോഡിന് ചുറ്റും ഉണ്ടായിരുന്നത്. അതിൽ നിന്നുകൊണ്ടാണ് നാട്ടുകാർ ഈ കാറിൽ ഉണ്ടായിരുന്ന 4 ആളുകളെയും പുറത്തെത്തിച്ചിരിക്കുന്നത്. ഈ 4 ആളുകൾക്കും ഒരു പരിക്കും ഏറ്റിട്ടില്ല. ഏറ്റവും പുതിയ റോഡാണ്, കഴിഞ്ഞിടയ്ക്ക് ഉദ്ഘാടനം കഴിഞ്ഞ റോഡിലാണ് ഇത്തരത്തിലൊരു കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. തമിഴ്നാട് സർക്കാർ ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇത്തരത്തിലൊരു വലിയ ഗർത്തം പൊടുന്നനെ രൂപപ്പെട്ടതെന്നുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിൽ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അജിംഷാദ്, അതായത് ഈ റോഡ് ഇടിഞ്ഞ് താണാണ് ഇങ്ങനെ ഒരു ഗർത്തം ഉണ്ടാകുന്നത്, അതിലേക്കാണ് വീഴുന്നത്. പിന്നാലെ വാഹനങ്ങൾ വേഗത്തിലുണ്ടായിരുന്നെങ്കിൽ കൂടുതൽ വലിയ അപകടം സംഭവിച്ചേനെ. നാട്ടുകാരൊക്കെ ഇടപെട്ടാണ് ഈ യാത്രികരെ രക്ഷപ്പെടുത്തുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് സാക്ഷ്യമാണ്. മേഘ, അജിംഷാദ്, പുറകിൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം. ഈ പെട്ടെന്ന് തന്നെ ഈ കാർ താഴ്ന്നത് കാരണം അവിടെ ആളുകളൊക്കെ തന്നെയും തടിച്ചുകൂടിയ സാഹചര്യം ഉണ്ടായി. വലിയ ട്രാഫിക് ഉള്ള സ്ഥലവുമായിരുന്നില്ല. അതുകൊണ്ടാണ് അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞത്. ഏതായാലും ഭീകരമായ ദൃശ്യമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ടൈഡൽ പാർക്ക് സിഗ്നലിന് സമീപമാണ് ഇത്തരത്തിൽ പൊടുന്നനെ ഒരു കുഴി രൂപപ്പെട്ടുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു കാർ അതിനുള്ളിലേക്ക് താഴ്ന്നു പോയത്. ഏതായാലും ആളുകൾക്കൊന്നും പരിക്കേൽക്കാതെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നതാണ് വലിയ ആശ്വാസം നൽകുന്നത്. അജിംഷാദ്, തീർച്ചയായും റോഡിൽ വലിയ ഗർത്തം പൊടുന്നനെ രൂപപ്പെടുകയും അതിലേക്ക് കാർ ഇടിഞ്ഞു താഴുകയും ചെയ്തതിന്റെ ദൃശ്യങ്ങളാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ്, തമിഴ്നാട്ടിലുള്ള ദൃശ്യങ്ങളാണ്. തമിഴ്നാട്ടിലാണ് സംഭവം, ചെന്നൈയിലാണ് സംഭവം. ഇതിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം വിവരങ്ങളാണ് മേഘ മാധവൻ നൽകുന്നത്.